22 വയസ്സ് പ്രായമുള്ള ഒരു മകളോട് പിതാവും മാതാവും സഹോദരനും ഈ രാത്രി തന്നെ വീട് വിട്ടിറങ്ങണമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, 1994 റുവാണ്ടൻ വംശഹത്യ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ രംഗമാണ് ഇത്. അവർക്കറിയാം, വംശഹത്യ നടത്തുന്ന വ്യക്തികൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് വരും, പെൺമകളുണ്ടെങ്കിൽ അവരെ മാനഭംഗപ്പെടുത്തും, പിന്നെ അവരെ വകവരുത്തുകയും ചെയ്യും. എങ്ങനെയും ഈ മകളെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ നീ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുക, അവൻ നിനക്ക് അഭയം തരും. പോകാനിറങ്ങിയ സമയത്ത് ഒരു ജപമാല ആ മകളുടെ കയ്യിൽ കൊടുത്തു. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു ജപമാല. ആ ജപമാല കൊടുത്തുകൊണ്ട് പിതാവ് പറഞ്ഞു, മകളെ, പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും രക്ഷിച്ചത് ജപമാലയിലെ പ്രാർത്ഥനകളാണ്. ഈ മകൾ മനസ്സില്ലാ മനസ്സോടെ വീട് വിട്ടിറങ്ങി ആ കൂട്ടുകാരൻ്റെ അടുക്കലെത്തി. കൂട്ടുകാരൻ അനുവാദം കൊടുത്തു. ഒരു കാര്യം മാത്രം പറഞ്ഞു, അതായത് ശബ്ദമൊന്നും പുറപ്പെടുവിക്കാൻ പാടില്ല, ഏത് സമയം വേണമെങ്കിലും ആക്രമണകാരികൾ വീട്ടിലേക്ക് വരാം, അതെനിക്കും പ്രതികൂല സാഹചര്യമാണെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു ടോയ്ലറ്റിൽ ഈ മകൾക്ക് അഭയം കൊടുത്തു. പിന്നെ അതിന് മുമ്പിലേക്ക് ഒരു പെട്ടി വരിച്ചു വെച്ചു. പിറ്റേ ദിവസം ഇതുപോലെ വന്ന 6 പെൺമക്കളെയും അദ്ദേഹം സ്വീകരിച്ചു. വലിയ വേദനയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം കിട്ടും, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ഏകദേശം 92 ദിവസങ്ങൾ ഇവർ കഴിച്ചുകൂട്ടി. അങ്ങനെ 92ാമത്തെ ദിവസം ഈ വംശഹത്യയൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഈ മകളും കൂടെയുള്ള 6 പേരും കൂടെ ഈ മുറിക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാല് പോലും നിലത്ത് കുത്താനായിട്ട് പറ്റുന്നില്ല, വെറും അസ്ഥി പഞ്ചരങ്ങൾ മാത്രമായിട്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ആയിരക്കണക്കിന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രതീക്ഷയാണ് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാനായിട്ട് സാധിച്ചതെന്ന്. ഇമാക്കുലി ബഗീസ എന്ന് പറയുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലെഫ്റ്റ് ടു ടെൽ ഫൗണ്ടേഷൻ എന്ന സ്ഥാപകയാണ്, ആ ഫൗണ്ടേഷൻ്റെ സ്ഥാപകയാണ് ഇമാക്കുലി ബഗീസ. ലെഫ്റ്റ് ടു ടെൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്കും ഇതുപോലെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ, ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിച്ചാൽ, ആ ജപമാല രാജ്ഞി നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതാണ് ഉറപ്പ്.